അടിപൊളി അടിപൊളി നമസ്കാരം. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്താണ്? വെള്ളം ഒലിച്ചു പോയതിനു ശേഷം അണ കെട്ടിയിട്ട് കാര്യമില്ല എന്ന് നളചരിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളി ഓടുകയാണ്, തിരക്കിട്ട് ഓടുകയാണ് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനായിട്ട്. അക്കൂട്ടത്തിൽ പലതും അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒന്നുണ്ട്, അവൻ്റെ സംസ്കാരം, ഒപ്പം ചില ഭക്ഷണ രീതികളും. ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അത് എങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിൻ്റെ രുചിഭേദങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ ഒരു ശ്രമം നടത്തുകയാണ് ഇന്നു മുതൽ. ഇന്ന് ആദ്യം എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായ ഒരു സ്ഥലമാണ്. നമ്മൾ കാണാനും അല്ലെങ്കിൽ വന്ന് കുറച്ച് നേരം ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം ഏതാണെന്ന് കുറച്ച് മനസ്സിലാവും. ഞാൻ ആദ്യത്തെ ക്ലൂ തരാം, എന്നോടൊപ്പം വന്നാൽ മാത്രം മതി. വരൂ. സസ്പെൻസ് ഒന്നുമില്ല, സൂചന വെളിപ്പെടുത്താൻ പോവുകയാണ്. ഒരു നിമിഷം എന്താ ഇങ്ങനെ നോക്കിയാൽ മതി. ഈ പ്രദേശം കാണുമ്പോൾ തന്നെ അറിയാം, ചുണ്ടൻവള്ളം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുട്ടനാടാണെന്ന്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കാണാനും വരാനും ഒക്കെ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമെന്ന് എല്ലാവരും പറയുന്ന കുട്ടനാടിലാണ് നിൽക്കുന്നത്. എന്തായാലും ശരി തന്നെ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരിക്കൽ. ആലപ്പുഴ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും കുട്ടനാട് വന്നിട്ടുണ്ടെങ്കിലും ചുണ്ടൻവള്ളത്തിൽ കയറാനുള്ളൊരു ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ പെർമിഷനൊക്കെ എടുത്തിട്ട് ഞാൻ എന്തായാലും അതിനകത്ത് കയറാനുള്ള ശ്രമം നടത്തുകയാണ്. പെട്ടെന്നാണ് ഇങ്ങനൊരു വള്ളം കണ്ടത്, ഈ ചുണ്ടൻവള്ളം കണ്ടത്. പക്ഷേ ഇത് അവർ പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എന്നാൽ പോലും ഇത് വളരെ ദൈവീകമായി മാത്രമേ ഇതിനെ അപ്രോച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ചെരുപ്പൊന്നും ഉപയോഗിച്ച് കയറാൻ പാടില്ല. ഈ കുട്ടനാട്ടിൽ വന്നാൽ രണ്ടുണ്ട് കാര്യമൊന്നാണ്. ഒന്ന്, വളരെ മനോഹരമായ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാം, ഒപ്പം രുചികരമായ ഭക്ഷണവും കഴിക്കാമെന്നാണ്, നാടൻ ഭക്ഷണവും കഴിക്കാമെന്നാണ് പറയുന്നത്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും ശരി തന്നെ, നല്ല ഭക്ഷണം എവിടെ കിട്ടും നോക്കണം. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഒരു ഹോട്ടലിൽ കയറി അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കുന്നതിനേക്കാൾ നല്ലത് നാടൻ ഭക്ഷണം കിട്ടുന്നത് ഹൗസ് ബോട്ടിലാണെന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഹൗസ് ബോട്ട് സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കയറാൻ പോവുകയാണ്. കാരണം വെച്ചാൽ വളരെ രുചികരമായ നാടൻ ഭക്ഷണം ഇതിനകത്ത് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശരി, വലത് കാര്യം വെച്ച് അകത്തോട്ട് കയറാം. ചേട്ടൻ്റെ പേര്? ഓക്കെ, എൻ്റെ പേര് അല്ലേ ചോദിച്ചു, നിങ്ങളുടെ പേര്? അനീഷ്. അനീഷാ? ശരി, ഓക്കെ, വളരെ സന്തോഷം. ഏട്ടാ, ഇവിടുത്തെ കുക്കാരാണ്. ചേട്ടൻ്റെ കൈപുണ്യത്തിലാണ് ഞാൻ വിശ്വസിച്ചാണ് വന്നിരിക്കുന്നത്. ചേട്ടാ, ഇവിടെ എന്തൊക്കെയാണ് ചേട്ടൻ്റെ സ്പെഷ്യൽ? ചിക്കൻ കറി, കാബേജ്, ബീൻസ്, ഒക്ക ഇറച്ചി, സാമ്പാർ, സലാഡ്, കരിമീൻ ഫ്രൈ. എനിക്ക് വയ്യ, എല്ലാം കൂടെ കൊണ്ട് എൻ്റെ നാവിലിങ്ങനെ വെള്ളം ഊറിപ്പിക്കുന്നുണ്ട്. ഏട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇങ്ങനെ കൊതിയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്തും കണ്ടും ഒക്കെ അറിയാം. ഓക്കെ, വരൂ ഏട്ടാ. അപ്പോൾ നമ്മുടെ രാജുചേട്ടൻ ചോറ് വെച്ച് കഴിഞ്ഞു, ക്യാബേജ് തോരൻ വെച്ച് കഴിഞ്ഞു, സാമ്പാർ വെച്ച് കഴിഞ്ഞു, പിന്നെ ബീൻസ് റെഡിയായി കഴിഞ്ഞു, ചിക്കൻ റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവത്തിലേക്ക് നമ്മൾ കടക്കുന്നത്, അത്യപൂർവമായ ടൈഗർ പ്രോൺ. ഇതിലും വലുതുണ്ടാവുമായിരിക്കും സാർ? ഇതിലും വലുതുണ്ടാവും. അര കിലോ ഉണ്ടാവും. ശരി, എന്നാലും നമുക്കിത് കാണാനുള്ള ഭാഗ്യമാണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് ഏട്ടൻ ഇത് സംഭവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ? ആദ്യമായിട്ട് ഇതിൻ്റെ കാലുകളെയും അതിൻ്റെ തോടുകളെയും. ഇത് ഉള്ളി തൊലിച്ച പോലെ ആകുമോ സാർ? എല്ലായിടത്തും കളയുമ്പോൾ സംഭവം കാണുമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചവുണ്ട്, അത് എടുത്ത് കളയണം. ഇത് കളയാൻ വേണ്ടിയേ ഉള്ളൂ, കഴിക്കാൻ വേണ്ടിയിട്ടില്ല. ശരി. അപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിട്ട് നമ്മൾ കണ്ടല്ലോ അല്ലേ? രാവണനെ പോലെ 10 കൈ.
എന്തായാലും നമ്മൾ ആദ്യ ഉദ്യമത്തിലേക്ക് കൈയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് പിടിക്കുന്നത് ആൾക്കാർ? അത് സംഭവം കുത്തിപ്പിടിക്കും. കുത്തിപ്പിടിക്കും. പിന്നെ ഒറ്റാലുണ്ട് കുത്തിപ്പിടിക്കും. ഇങ്ങനെ. അപ്പോൾ ഇത് ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കറക്റ്റ് ഇങ്ങനെ അല്ല, ഇതിന് തീറ്റ ഇട്ട് കൊടുക്കും. എന്ത് തീറ്റ കൊടുക്കുന്നത്? സാധാരണ നമ്മളിത് തേങ്ങ കൊത്തിയിടും. പിന്നെ ഈ പിണ്ണാക്കിടും. കരചരണങ്ങൾ ഭേദിച്ച് തല മുണ്ടനം ചെയ്ത് ടൈഗർ പ്രാൺസ് ഇപ്പോൾ നോർമൽ പ്രാണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ വീട്ടുകാരൊക്കെ ചെയ്യേണ്ട എത്രയുള്ളൂ? സിമ്പിളാണ്. ടൈഗർ പ്രാൺ എന്ന് കേട്ടിട്ട് പേടിക്കരുത്. കൂളായിട്ട് ടൈഗർ പ്രാണാണ്. എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചിട്ട് വാങ്ങുക, വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ കൈ കാലുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചവ്വല എടുത്ത് കളഞ്ഞ് നീറ്റാക്കിയിട്ട് ഇനി ബാക്കി ചേട്ടൻ പറഞ്ഞു തരും. വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെന്താ ചിറകല്ലോ? ഇതിങ്ങനെ ഒരു ഷോ കിട്ടിയിരിക്കും. അതൊരു ഭംഗിക്ക് വേണ്ടി ഫ്രൈ ചെയ്യുമ്പോൾ. പിന്നെ അടുത്ത് ഇതിൻ്റെ ഞരമ്പുണ്ട്, നടുക്കൊരു ഞരമ്പുണ്ട്, അത് കളയണം. നടുക്ക് ഞരമ്പുണ്ട്, ചെറുതായിട്ട് കൊടുക്കും. അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതങ്ങ് ആയിക്കോളൂ അല്ലേ? അത് എടുക്കാനുണ്ടോ? കയ്യിലെടുക്കാനുണ്ടോ? ഇതെന്തിനാ എടുക്കുന്നത്? കഴിക്കുന്ന സാധനമാണ്. കഴിക്കുന്നല്ല, അത് കളയും. അതൊരു ദോഷമാണ് ശരീരത്തിന്. ഇത് ഒരുപാട് നാളത്തെ പരീക്ഷണത്തിന് ശേഷമാണ് നമ്മൾ ഇതിനൊരു മാറ്റി വെച്ചു. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് അടുത്തത് ഇതിന്റെ കൂട്ടിലേക്ക് ഇറക്കാം. അപ്പൊ ഇത്തരം കാര്യം ഈ എല്ലും പാലൊന്നും വേണ്ട. പിന്നെ ഇല്ല. ഓക്കെ. മുളക് ആദ്യമേ ഫിഷ് മസാല എടുക്കും. ഫിഷ് മസാല കുറച്ച്, ഒരു സ്പൂൺ. ഒരു കൊഞ്ചിന് ഒരു സ്പൂൺ. ഒരു കൊഞ്ചിന് ഒരു സ്പൂൺ. അര സ്പൂൺ മുളക് പൊടി എടുക്കും. അര സ്പൂൺ മുളക് പൊടി. കാൽ സ്പൂണ് കുരുമുളക് പൊടി എടുക്കും. കുരുമുളക് പൊടി കാൽ സ്പൂൺ. ഓക്കെ. ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂൺ കഷ്ടിച്ചു. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ കാൽ സ്പൂൺ വേണ്ട, കാൽ സ്പൂൺ വേണ്ട. ഓക്കെ, വളരെ ശ്രദ്ധിച്ചോളാം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചരച്ചത് അതൊരു സ്പൂണ്. രണ്ടും കൂടെ ഒരു സ്പൂൺ. അടിപൊളി സ്വാദ്.